നമ്മുടെ തോറിന് ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നമ്മുടെ തോറിൻ്റെ കാര്യം പറയാം. തോറിനെ സൃഷ്ടിച്ച നിർമ്മാതാക്കൾ തന്നെ പറയുന്നത് ഹൾക്ക് എന്നുള്ള മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒരു പവർഫുള്ളായ ക്യാരക്ടറാണ് നമ്മുടെ തോറെന്നാണ്. ആ തോറിന് എങ്ങനെയാണ് നമ്മുടെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മുടെ തോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ തോറ് വളരെയധികം പവർഫുള്ളാണ്. എന്തൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സ്ട്രെങ്ത്ത് വെച്ച് അത്ര പവർഫുള്ളല്ല. കാരണം ഹൾക്കും തോറും തമ്മിലുള്ള ഫൈറ്റ് ആദ്യമായിട്ട് നടക്കുന്നത് അവഞ്ചേഴ്സ് 1-ലാണല്ലോ. അപ്പം നമ്മുടെ ഹൾക്കിൻ്റെ ഒരു കൈ തടഞ്ഞു നിർത്താൻ തോറിന് 2 കൈ ഉപയോഗിക്കേണ്ടി വന്നു. അതുമാത്രമല്ല പിന്നീട് ഹൾക്കിനെ അതിൽ നിന്ന് ഹൾക്കിനൊന്ന് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ തോറിന് ആ ആർമർ വെച്ച് നമ്മുടെ ഹൾക്കിനെ അടിച്ചിട്ടൊരു പ്ലേയിലൂടെ തെറിപ്പിക്കേണ്ട വരെ വന്നുണ്ട്. കാരണം ആയുധമില്ലാതെ അപ്പം നമ്മുടെ തോറിന് ഹൾക്കിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം ഹൾക്കിൻ്റെ അത്രയും സ്ട്രെങ്ത്ത് നമ്മുടെ തോറിനില്ല. അതിനുശേഷം നമ്മുടെ റാഗ്നറോക്കിലാണ് ഇവർ ഫൈറ്റ് ചെയ്തത്. ആ റാഗ്നറോക്കിലെ ഫൈറ്റിലാണെങ്കിൽ പോലും നമ്മുടെ ഹൾക്ക് ഫൈറ്റ് ചെയ്ത അവസാനം തോറിനെ കിടത്തിയിട്ടിട്ട് തലക്കിട്ട് പടപടാവർ ഇടിച്ച് പഴിപ്പിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ ഹൾക്കിൻ്റെ നിന്ന് തോറ് രക്ഷപ്പെടാൻ ലൈറ്റ്നിങ് ഉപയോഗിക്കേണ്ടതാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക് നമ്മുടെ ഹൾക്കിന് വീക്ക്നെസ്സാണ്. അതുകൊണ്ടാണ് ഒരു ഒറ്റ അടിയിൽ തന്നെ നമ്മുടെ ഹൾക്ക് തെറിച്ച് പോകുന്നത്. അതിനുശേഷം അതിനൊക്കെ ചേർത്ത് തിരിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹൾക്കിന് 2 പഞ്ചേ നമ്മുടെ തോറ് കൊടുക്കുന്നുള്ളൂ. അതും ഇലക്ട്രിക് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഹൾക്കിനെ അടിച്ച് തെറിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇലക്ട്രിക് ഹൾക്കിന് വീക്ക്നെസ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഹൾക്ക് തെറിച്ച് പോയത്. അല്ലാതെ ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൾക്കിന് പുഷ്പം പോലെ നമ്മുടെ തോറിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം ഹൾക്കിൻ്റെ അത്രയും സ്ട്രോങ്ങസ്റ്റ് അല്ല നമ്മുടെ തോറ്. പവർ വെച്ചിട്ടാണെങ്കിൽ ഹൾക്കിന് വീക്ക്നെസ് ആയതുകൊണ്ടാണ് ഹൾക്ക് ഡിഫീറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അപ്പം ഇൻഫിനിറ്റി വാർ ലൈറ്റ്നിങ് ഒരു നശിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിൻ്റെ മുഴുവൻ പവറും തോറിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് തോറിനൊന്നും പറ്റിയില്ല. കാരണം തോറിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ആണല്ലോ, ഇലക്ട്രിക് ചൂടാണല്ലോ. അത് തന്നെയാണല്ലോ മറ്റേ നശിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തിനകത്തും. അപ്പം ചൂട് ഉള്ളത് നമ്മുടെ തോറിൻ്റെ ബോഡി ഓൾറെഡി ചൂടായതുകൊണ്ടായിരിക്കാം തോറിനൊന്നും പറ്റാതിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.